Hey everyone, good morning. I am with a very special person today, Jileesh. You would have seen him online. You would have especially seen him with the likes of Mohan Lal and a bunch of other celebrities. He takes care of their watches. എപ്പോഴാണ് തുടങ്ങിയത്? When did you start? ഈ പരിപാടിയാണോ? ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് 10-26 വർഷമായി. And always passionate about watches? തീർച്ചയായിട്ടും, അതല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. And എല്ലാവർക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, how did you break into the celebrity space and how do you deal with them? നമ്മള് ഇപ്പം ലാലേട്ടനോടിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള ഒരു ആരാധന കൊണ്ട് ഞാനൊരു വാച്ച് ഉണ്ടാക്കി കൊടുത്തതാണ് ഫസ്റ്റ്. അങ്ങനെയാണ് ലാലേട്ടനായിട്ട് മീറ്റ് ചെയ്ത്, അങ്ങനെയാണ് പുള്ളിയായിട്ട് ഒരു കണക്ഷനും പുള്ളി എൻ്റെ നമ്പർ വാങ്ങിക്കുകയും പിന്നെ ലാലേട്ടൻ എന്നെ വിളിക്കാറുണ്ട്. ഒരു 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പലപ്പോഴും വാച്ചുമായിട്ട് ബന്ധപ്പെട്ട കേസിനൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ ഞാനൊരു 4-5 പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട് പല പല വാച്ചുകൾ കൊടുക്കാനൊക്കെ ആയിട്ട്. അതൊരു വലിയൊരു ഭാഗ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എങ്ങനത്തെ വാച്ചുകളാണ് പൊതുവെ വരുന്നത്? ഇവിടെ എല്ലാ ടൈപ്പ് വാച്ചും വരാറുണ്ട്. കൂടുതലും ലക്ഷറി വാച്ചുകൾ ആണ് വരുന്നത്, പക്ഷേ നോർമൽ വാച്ചുകളും വരാറുണ്ട്. നമ്മൾ എല്ലാ വാച്ചും എടുക്കാറുണ്ട്. ഈ സ്മാർട്ട് വാച്ചുകൾ നമ്മൾ ചെയ്യാറില്ല. ജിലീഷിന്റെ ഫേവറേറ്റ് വാച്ച് ഏതാണ്? അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ വാച്ചും ഫേവറേറ്റ് ആണ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് സ്വിസ് ലക്ഷറി വാച്ച്, സ്വിസ് ബ്രാൻഡുകളോടാണ് താല്പര്യം. പക്ഷേ അതിന്റെ ഒരു പെർഫെക്ഷനും അതൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ വാച്ചും ഇഷ്ടമാണ്. നമുക്ക് കോഡ്സ് വാച്ചുകൾ റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പോൾ എന്താ പറയുക, കുറച്ച് ECB കോയിൽ, കുറച്ച് വീലുകൾ, ബാറ്ററി, അതോടെ ആ വാച്ച് തീർന്നു. ഈ ഒരു സംഭവം ഇത്രയേ വരാനുള്ളൂ. പക്ഷേ മെക്കാനിക്കൽ വാച്ചുകൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാച്ചുകൾ നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു മാനസികമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അതിൻ്റെ ആ ബാലൻസ് വീൽ, ഇപ്പോൾ നമ്മൾ ഈ പണിയെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ സെറ്റ് ചെയ്ത് ആ ബാലൻസ് ഫിറ്റ് ചെയ്യുമ്പോൾ ആ ബാലൻസിന്റെ ആ ഒരു കറക്കമുണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ഒരു മാനസികമായിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അത് നമുക്ക് കോഡ്സ് വാച്ചുകൾ ചെയ്ത് കിട്ടത്തില്ല. അതൊരു എന്തായാലും ഹൃദയത്തുടിപ്പ് എന്നൊക്കെ വേണം പറയാൻ. അതെ അതെ. നമ്മുടെ ഈ HMT അങ്ങനത്തെ കമ്പനികളെ കുറിച്ചുള്ള അഭിപ്രായം, പഴയ വാച്ചുകളുടെയൊക്കെ? HMT എപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള വാച്ചാണ് HMT. ഇപ്പം കുറെ വിന്റേജ് വാച്ചുകൾ, പഴയ കുറെ വാച്ചുകളൊക്കെ വരാറുണ്ട് HMTയിൽ. ലാലേട്ടന്റെ കയ്യിലുള്ള വാച്ചുകൾ ഏതൊക്കെയാണ്? ലാലേട്ടന്റെ കയ്യിൽ ധാരാളം വാച്ചുണ്ട്. അതൊക്കെ ഏതൊക്കെ വാച്ചുകളാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ വാച്ചുകളൊക്കെ തന്നെയാണ്. എൻ്റെ അടുത്തൊരു 10-15 വാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം നമ്മൾ റെഡിയാക്കി തിരിച്ചു കൊടുത്തു. അപ്പം ഇതിന്റെ വിലയും എത്ര വാച്ചുകളൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ബ്രാൻഡുകൾ അങ്ങനെ ഫേവറേറ്റ്സ് ഉണ്ടോ? എല്ലാവർക്കും അറിയാവുന്നല്ലേ, കുറെ RM ഉണ്ട്, പിന്നെ റോളക്സ് ഉണ്ട്. ഇപ്പം പുതിയതായിട്ടൊക്കെ കുറെ സംഭവങ്ങൾ കാണത്തില്ലേ, എന്താണ് ജേക്കബ് ആൻഡ് കോ, അതങ്ങനെ കുറെ വാച്ചുകളുണ്ടല്ലോ ലാലേട്ടൻ്റെ അടുത്ത്. ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഒത്തന്റിക്കേഷൻ വേണമെന്നൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പോൾ സർവീസിന് പറ്റും. ഒത്തന്റിക്കേഷൻ എന്തെങ്കിലും കൺസൾട്ടിംഗ് അഡ്വൈസറി ഉണ്ടോ? അല്ല, അങ്ങനെ നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഒരു പുതിയ വാച്ച് ചില ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് ചില വാച്ചുകളൊക്കെ വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ ആൾക്കാർ വരാറുണ്ട്. നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നില്ല. കാരണം ഒന്നാമത് നമ്മൾ കുറച്ച് തിരക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ കുറേ പേര് വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു പ്രശ്നമാവും. പക്ഷെ അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം അവർ മേടിച്ച സാധനം നല്ലതാണോ അല്ലയോ എന്ന് അവർക്ക് ഒരു മാനസികമായിട്ട് ഒന്ന് അറിയാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അവരോട് നോ പറയാനും പറ്റില്ല. അതെ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ ഒരു ലക്ഷറി വാച്ച് പഴയ വിന്റേജ് ഒക്കെ എടുക്കുമ്പോൾ കുറേയൊക്കെ റീപെയിന്റഡ് ഡയൽ ഉണ്ടാവും, ചിലത് ഒറിജിനൽ ആയിരിക്കും. അതിനെക്കുറിച്ച് എന്താ ഒരു അഭിപ്രായം? അല്ല, ഇപ്പം നമ്മൾ ഈ വാച്ച് മാർക്കറ്റിൽ ഡയൽ റീപെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ പോകുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് അവർക്ക് ചിലർക്കൊക്കെ മനസ്സിലാവും ഈ വാച്ച് റീപെയിന്റ് ചെയ്താണോ. കാരണം വാച്ചിന്റെ കേസൊക്കെ കുറെ ഡാമേജ് ഒക്കെ ആയിട്ടുള്ള കേസൊക്കെ ഉണ്ടാവും. പക്ഷേ ഡയലൊക്കെ നല്ല നീറ്റ് ആയിട്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് എന്തായാലും റീപെയിന്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കാം. പക്ഷേ റീപെയിന്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. വിന്റേജ് എപ്പോഴും ആ ഒരു ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതാണെങ്കിൽ അതിന്റെ ആ വിന്റേജ് ലുക്ക് ആള് പഴയതാണെങ്കിൽ നമ്മൾ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.